ഇപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്നത് അന്യഭാഷകളിലാണ്. ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് വന്ന ഇന്ത്യൻ 2 ആയാലും ഗെയിം ചേഞ്ചർ, ശങ്കർ സാറിൻ്റെ ഗെയിം ചേഞ്ചർ, ഇപ്പോൾ തന്നെ വേറൊരു ഷൂട്ടിംഗ് പെദ്ദി എന്ന് പറഞ്ഞൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ആ ഡയറക്ടർക്ക് നാഷണൽ അവാർഡ് കിട്ടിയതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ അതിലും രാംചരൺ തന്നെയാണ് അഭിനയിക്കുന്നത്. അതുകൂടാണ്ട് വേറെ തെലുങ്കിലെ 3-4 സിനിമകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. തമിഴിൽ തന്നെ കാർത്തികിൻ്റെ പടവും കാർത്തികിൻ്റെ ബ്രദറിൻ്റെ പടം സൂര്യയുടെ ചിത്രവും നടക്കുന്നുണ്ട്. അതെല്ലാം വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ മേക്ക് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ പറ്റുന്നത് മലയാളത്തിൽ നിരവധി വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ടാണ്. എൻ്റെ ഏത് സിനിമ എടുത്തു നോക്കിയാലും എൻ്റെ വഴിത്തിരിവായ സിനിമ പന്തന്മാട മുതലുള്ള സിനിമകളെ ഏതെടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ കഥാപാത്രത്തിന് അതിൻ്റേതായ ഒരു ഭംഗി അതിന് വെക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ആ സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അനന്തഭദ്രം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുമ്പോഴും നമുക്ക് ആ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു. അനന്തഭദ്രത്തിൻ്റെ കഥ പറയുമ്പോഴേക്കും ഈ മനോജ് കെ ജയൻ നിഗംബരൻ എന്നുള്ള ഒരു ക്യാരക്ടറിനെ ആ തരത്തിൽ ലുക്ക് ഉണ്ടാക്കണമെന്ന് തോന്നിയത് ആ സമയത്ത് തന്നെയാണ്. അത് മുൻകൂട്ടി അങ്ങനെ തീരുമാനിച്ചതല്ല. പക്ഷേ കഥയിൽ അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒരു മുഖത്തെഴുത്ത് അതിന് വേണമെന്ന്. നമ്മളെപ്പോഴും കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് അവരുടെ വൈകാരികമായ മനോനിലയെ കണക്കാക്കിക്കൊണ്ടാണ്. അവർ ഏത് തരത്തിലാണ് ഈ ലോകത്ത് അവർ ജീവിക്കുന്നത്, അതിൻ്റെ സാധ്യതകൾ എന്താണ്, അവരാരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കലഹിക്കുന്നത്, ആരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നെല്ലാം നമ്മൾ ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ഒരു കഥാപാത്രത്തെ വിന്യസിപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്യാരക്ടർ സ്റ്റഡി എന്ന് പറയുന്നത് അപ്പുറത്തേക്ക് നോക്കി നിന്നുകൊണ്ട് ക്യാരക്ടേഴ്സിനെ സ്റ്റഡി ചെയ്യുകയാണ് സാധാരണ മേക്കപ്പ് ഇതിൽ നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു മീശ ഒട്ടിക്കുന്നുള്ള ആ മീശ അയാൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്, ആ കഥാപാത്രത്തിന് എത്രത്തോളം എൻഹാൻസ് ചെയ്യപ്പെടും എന്നുള്ളതും കൂടി നമ്മൾ ആലോചിച്ചുകൊണ്ടാണ് ഓരോ ഇടപെടലുകളും ഓരോ മേക്കപ്പ് ഓരോ ക്യാരക്ടേഴ്സും ചെയ്യുന്നത്. അപ്പോൾ ഓരോ സിനിമയും കഥക്കനുസരിച്ച് കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഗ്ലാമർ മേക്കപ്പിനേക്കാൾ കൂടുതൽ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെ തിരിച്ചറിയുന്ന മേക്കപ്പ് രീതിയാണ് ഒരുപക്ഷെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും നന്നാകുക എന്ന് എനിക്ക് തോന്നാറ്.